ഈ പെണ്ണുങ്ങൾ എവിടെ പോയി കിടക്കാണ്? ഫ്ലൈറ്റിന് സമയമായി അറിഞ്ഞൂടേന്നാവോ? എങ്ങനെയുണ്ട് ചേട്ടാ എന്റെ ഡ്രസ്? ബാക്കിയുള്ളവരൊക്കെ എന്തേ അടുത്ത്? എല്ലാവരും വിളിക്ക്, വാ ഇറങ്ങാം നമുക്ക്. വാ എന്നാ നമുക്ക് ഇറങ്ങാം. പിള്ളേരെവിടെ? പിള്ളേരെ വിളിച്ചേ. എടാ മക്കളെ വാ, ഞങ്ങൾ റെഡിയായമ്മേ, വാ നമുക്ക് പോവാം. ഷോ മൈനമോളെ കാണുന്നില്ലല്ലോ. അവള് ടിക്കറ്റ് എടുത്ത് വരാന്ന് പറഞ്ഞതാ. നമ്മുടെ കൂടെ പോകാനുള്ള ആഗ്രഹം കൊണ്ട് വരാന്നും പറഞ്ഞതാ അവള്. പാവം. ഞാൻ വന്നമ്മേ, വാ നമുക്ക് ഇറങ്ങാം. ഓ, അമ്മയുടെ പ്രിയപുത്രി വന്നിട്ടുണ്ട്. ഈ പിള്ളേർക്ക് വട്ടായ. എടി തങ്കമണി, നമുക്കിത് എവിടെ പോയിരിക്കാം? അവിടെ സീറ്റ് ഉണ്ട്. എനിക്കാണെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും. ആ ശരി ചേച്ചി, വാ നമുക്ക് അങ്ങോട്ട് പോവാന്ന്. അമ്മേ, അവിടെ ഒന്നും പോയിരിക്കാൻ പറ്റില്ല. നമ്മുടെ സീറ്റ് നമ്പർ നോക്കിയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അത് കൊള്ളാം. ഇതെന്ത് കഥയാണിത്? നമ്മുടെ ബസ്സിലായാലും എവിടെ ആയാലും നമുക്ക് തോന്നിയ സ്ഥലത്ത് ഇരിക്കാലോ. ഇതെന്താണ് ഇപ്പൊ ഇത്ര പുതിയ നിയമമാണോ? അമ്മേ, ഫ്ലൈറ്റിൽ ഇങ്ങനെയാ പറ്റുള്ളൂ. എടി തങ്കമണി, ഇവിടെ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോ തന്നെ പേടിയാവണടി. നീ ഇവിടെ എങ്ങാനും ഇരിക്കോ? അയ്യോ ചേച്ചി, എനിക്ക് പേടി ചേച്ചി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. ഇത് പോയില്ലാത്ത കഷ്ടായി പോയല്ലോടി. നമുക്ക് ആ ടിക്കറ്റ് എങ്ങാനും ആ കടയിൽ കൊടുത്തിട്ട് കാശ് വാങ്ങിച്ചാ മതിയായിരുന്നു അല്ലേ? ആ അതെ ചേച്ചി, ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് ഒരു കാര്യം ചെയ്യാണ്ട് ബാക്കിലെ ഒരു നീർക്കോലി പോലെ ഒരു പെണ്ണ് നിക്കണില്ലേ, അവളുടെ അടുത്ത് ഈ ടിക്കറ്റ് കൊടുത്തിട്ട് കാശ് ചോദിക്കാം. ആ അത് നല്ല ഐഡിയ ആടി. ഡു യു വാണ്ട് ചോക്ലേറ്റ് മാഡം? ചോക്ലേറ്റ് നമ്മളോടാ. കൊണ്ട് തന്നേക്കും മോളെ, ഒരെണ്ണം പോലും ചേച്ചി കളയില്ല. എല്ലാം വാങ്ങിച്ചോ തങ്കമണി? ഇത്രയും ചോക്ലേറ്റ് നമ്മുടെ ഗൾഫിലുള്ള ശങ്കരൻ കൊണ്ടുവരുമ്പോ മാത്രം. ശരി ചേച്ചി. മാഡം ഡോണ്ട് ടേക്ക് മോർ. ഈ പെണ്ണുമ്പിള്ള എന്തുകൊണ്ടാണ് ചേച്ചി പറയണത്? എന്താണെങ്കിലും ചിരിച്ചോണ്ട് കേക്കാ. ആ നീർക്കോലി നമുക്ക് ഒരെണ്ണം തന്നിട്ട് പോയി. വിഷമിക്കണ്ടടി തങ്കമണി, അവള് വീട്ടിൽ നിന്ന് കൊണ്ടുവരണതല്ലേ. ഡു യു വാണ്ട് ചോക്ലേറ്റ്? എന്താ പിള്ളേരി കാണിക്കണത്? ആ ചോക്ലേറ്റ് അങ്ങോട്ട് കൊടുത്തേ. ഓ അങ്ങനെ ആയിക്കോട്ടെ. താങ്ക് യു അങ്കിൾ.